ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് മൗലൂദൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ കുറച്ച് നേരമായി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റാണല്ലോ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭയങ്കര ക്ഷീണത്തിലിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ എടുത്തതാണ്. ഉമ്മ ഉണ്ട്, രണ്ട് ഉമ്മമാരുണ്ട്, പിന്നെ തസ്ലി, എല്ലാവരും വന്നിരുന്നു. തസ്ലിയുടെ അമ്മയൊക്കെ വന്നിരുന്നു. ടോലൊക്കെ ഇപ്പോൾ പോയതാണ്. പിന്നെ അതേപോലെ ഒരുപാട് കുടുംബക്കാരും പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും അയൽവാസികളൊക്കെ വന്നിരുന്നു. ഒക്കെ റാത്തായില്ലമ്മ, ഒക്കെ റാത്തായി. ഭക്ഷണമൊക്കെ എല്ലാവർക്കും എത്തി. കുറച്ച് ബാക്കിയായിരുന്നു, എന്നാലും കുഴപ്പമില്ല. കുറച്ചൊക്കെ സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറവുണ്ടായിരുന്നു. എങ്കിലും അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായി നടന്നു. പിന്നെ അതാ ഉമ്മ ഉണ്ട്. ഉമ്മതൊന്നും ഉണ്ടാത്ത് ഉമ്മ ഒന്നുമല്ല, ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാകും ആ വിഷമം. എല്ലാവർക്കും ഉണ്ട്. എന്തായാലും നിങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കണ്ട എല്ലാവരും ഞാൻ പറഞ്ഞൊരു ഫാത്തിഹ ഓതുന്നു. അതിൽ ഏകദേശം 500-600 കമൻറ്റോളം വന്നത്. അവൾക്ക് വേണ്ടി ഇന്ന് ഈ യാസീൻ ഓതാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കുക. അതൊക്കെ ഭയങ്കര അധികം സന്തോഷമായി എനിക്ക്. കാരണം ഇത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും നമ്മൾ എന്തായാലും ഉമ്മാക്ക് ഇപ്പോൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സംസാരിക്കേ? ഒക്കെ റാഹത്തായില്ലേ? ഒക്കെ റാഹത്തായി കഴിഞ്ഞില്ലേ? ഒക്കെ റാഹത്തായി. ഉമ്മാൻ്റെതായ വിഷമങ്ങൾ ഉണ്ടാവും. അതിപ്പോൾ നമ്മളാരും എത്ര നോക്കിയാലും അല്ലെങ്കിൽ എത്ര ഇതാക്കിയാലും പറഞ്ഞാലും ആ വിഷമം എന്തായാലും ഏത് മനുഷ്യർക്കും ഉണ്ടാവും. അപ്പോൾ അതുണ്ട്. പിന്നെ ഒക്കെ റാഹത്താവും. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ഉമ്മാനെ സപ്പോർട്ട് ചെയ്ത് ഉമ്മ ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. ഒക്കെ റാഹത്തായി നടന്നില്ലേ? അത്ര മതി. പിന്നെ ഒന്നും പേടിക്കാറുന്നില്ല. നമ്മളൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താ, പടച്ചോൻ്റെ അള്ളാഹാണ്. അള്ളാഹുടെ വിധി. ഇതൊക്കെ നമ്മൾ ഏത് മനുഷ്യരും നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാവരും നമ്മളൊക്കെ വിളിക്കുമ്പോൾ പോകേണ്ട ആളുകളാണ്. പടച്ചോൻ ഈമാനോടെ നമ്മളെ മരിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആമീൻ. അതുപോലെ അവൾക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, സദക്കകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിതൊക്കെ ചെയ്യുന്നത് അവളുടെ ആഹിറ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും പടച്ചോൻ ഇതൊക്കെ സ്വീകരിച്ച് ഇതൊക്കെ അവളിലേക്ക് എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അവൾക്ക് ഇതിൻ്റെ പ്രതിഫലം കിട്ടണം. കാരണം ഞങ്ങൾ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങളെ വീഡിയോസൊക്കെ. പിന്നെ ഞാനും അത്രയും വേദനകളോട് അനുഭവിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ഞാൻ അനുഭവിക്കാൻ അവള് ബാക്കിയില്ല. പക്ഷെ അവളെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവൂല, അത്രത്തോളം ഉണ്ട്. എന്തായാലും പടച്ചോളൊക്കെ അവിടെ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ. കാരണം അത്രയും ദുനിയാവിൽ നിന്ന് പടച്ചോനെ അവൾ അത്രയും അനുഭവിച്ചിട്ടുണ്ട്. ആഹിറം ഇൻഷാ അല്ലാഹ് നല്ല സന്തോഷത്തോടെ സ്വർഗത്തിലിരിക്കാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്യാറുണ്ട്. എല്ലാവരും നിങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തിയ. അതുപോലെ തന്നെ ഇപ്പം ഉമ്മ എന്താ പറയുക, ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ആ പുതിയ വീട്ടിൽ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ചെറിയ രീതിയിലും ആരും വിളിക്കൊന്നും വേണ്ട, നമ്മൾ ഇപ്പം എത്ര പരിപാടിയൊക്കെ നടത്തില്ല. ഇനി ഉമ്മയുടെ ആഗ്രഹമുണ്ട് അവിടെ പുതിയ വീട്ടിൽ ഓൾക്ക് വേണ്ടി ഒരു മൗലൂദ് ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ ആരും വിളിക്കൊന്നും വേണ്ട. നമ്മൾ 3-4 പിന്നെ ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അതും കൂടി നടത്തണം. കാരണം ഉമ്മ എന്നോടൊരു ആഗ്രഹം പറഞ്ഞതാണ്. പിന്നെ അപ്പോൾ അതും കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ വൈകിക്കാതെ തന്നെ നടക്കും ഇൻഷാ അല്ലാഹ്. അതൊക്കെ ചെയ്യുന്നത് അവള് അവിടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നുള്ള ആ ഒരു നിയത്തോടു കൂടിയാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ്. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ? നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ ഒക്കെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ എത്തി, സുഖമായി അല്ലേ? നെയ്ച്ചോറും ബീഫും ആയിരുന്നു. എന്തായാലും ഒക്കെ റാഹത്തായി നടന്നു. ഇനിതാ എന്താണ് അയറ വരുന്നില്ല. എന്നാൽ അയറ സ്കൂൾക്കൊന്നും പോയിട്ടില്ല. ഇന്ന് മൗലൂദാണല്ലേ. എങ്ങോട്ട് വാ, ഇവിടെ ഇങ്ങനെ കിടക്കാം. അയറൊക്കെ ചാമ്പൊക്കെ വളർത്താൻ കഴിച്ചാലും വീട്ടിൽ ചാമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാണേ. കാരണം ഞാൻ എവിടെ വന്നിട്ട് എടുക്കാം. എൻ്റെ അയറക്കുട്ടി വിഷമത്തോടെ ഇരിക്കുകയാണ്. ചാമ്പൊക്കെ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഉമ്മ ഇന്ന് പോകുമോ? നാളെ പോയ പോലെ. ഉമ്മക്ക് ഇന്ന് കുറച്ച് ചോറും കൂടി ഉണ്ട്. അപ്പം അത് അവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഉമ്മ കുറച്ച് കഴിഞ്ഞാൽ പോകും. പിന്നെ കാലാക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ബസ്സിനായിട്ടില്ല, സമയം ഇനിയുണ്ട്. ബസ്സിന് കഴിഞ്ഞിട്ട് പോവാം ഇൻഷാ അല്ലാഹ്. വേറൊരു കാര്യം കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നടക്കും നമുക്ക് നോക്കാം അല്ലേ? അതും കൂടി ഇൻഷാ അല്ലാഹ് അവൾക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്
അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥന ഇട്ടിട്ട്. ഇനി ഇമ്മ എന്തൊന്നും ഉണ്ടായിരിക്കുന്നത് ഒക്കെ റാഹത്തായി നടന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ തസ്ലിം? പിന്നെ നമുക്ക് അത്രയും സപ്പോർട്ടായി നിന്നതാണ് തസ്ലിം. ഭയങ്കര സന്തോഷമുണ്ട്. 2 ദിവസമായിട്ട് തീരെ വയ്യ. 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിക്കോ. വീട്ടിൽ പോയി 2 ദിവസം 4 ദിവസം നിന്നിട്ടൊന്ന് ഉഷാറായിട്ട് പോവാ. ആള് ഫുള്ള് സ്ട്രഗിൾ ഇതെന്താ നല്ല ജോലിയൊക്കെ ആയിട്ട് ആള് ഫുൾ സപ്പോർട്ട് ചെയ്ത് നമ്മള് പകുതി പണി ഏകദേശം പകുതി ഭാരം ഉണ്ടാവാണ്ട് ആണ് ഇതായി സെറ്റായി. ഇനിയിപ്പോ പന്തലേരെ വരും, പന്തലയിക്കാണ്ട്. അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും കൊണ്ടായി അതൊക്കെയുള്ള ഒരു സാധനം കൊണ്ടുവരാൻ വരും. അപ്പം അതോടെ ആ കടമ്പ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഇനി ഇതും അടുത്ത പ്രാവശ്യത്തിലും ഉഷാറായിട്ട് നടത്താൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആമീൻ. നടത്താൻ കഴിയട്ടെ. ലൈറ അനക്ക് ചാമ്പക്കല്ലേ പണ്ട്? അനക്ക് ചാമ്പക്ക വാങ്ങിത്തരാം. വാങ്ങിയല്ല കുറച്ചങ്ങോട്ട് വീഡിയോക്ക് പോവാ. വീഡിയോയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചാമ്പക്കേ ചക്കേ പ്ലാങ്ങ എന്താ വെച്ചാൽ വാങ്ങിത്തരണ്ടോ? മാങ്ങ വാങ്ങാം. പിന്നെ കേട്ടോ എന്റെ കുട്ടി വന്നാ ഇതാ അങ്ങനെ ചാമ്പക്കക്ക് പോണ. ഇവർക്ക് ചാമ്പക്ക വേണം. ഇതുണ്ടാക്കിയ മേലാണ് ഇവള് ഫോണില് കണ്ട് എന്താണ് വിഷമിച്ചിരിക്കുന്നത്. ഒക്കെ ശരിയാവും. ഒക്കെ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. എന്തേമ്മ ഒരു പേടിയും പേടിക്കണ്ട. എന്തായാലും ഇത്രത്തോളം നമുക്ക് ഒരു റാഹത്തായി എത്തിയില്ലേ. ഉണ്ടായ മാതിരിയുള്ള അനുഭവങ്ങളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ സങ്കടം ഉണ്ടാവും. ഇല്ലാന്നല്ല, ഓള് നല്ല സുഖമായി നല്ല മാസത്തിൽ പോയി. അതേമാതിരി ഭർത്താവിന്റെ ഒരു ഇതും കൂടി കിട്ടിയ മാതിരിയൊന്നും ആർക്കും കിട്ടൂല. എന്തായാലും ഒക്കെ റാഹത്താവട്ടെ. നമ്മളെല്ലാരും പ്രാർത്ഥനയിലുണ്ട്. നിങ്ങളൊന്ന് കൂളായി നമുക്ക് ചാമ്പക്ക ഇറക്കാം. നിങ്ങളും പോയി ചാമ്പക്ക ഇറക്കാം. ശരിയാവും. നിങ്ങൾ എന്തിനാ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അവർക്ക് നമ്മള് പിടിച്ച് നിക്കാൻ കഴിയുന്ന പോലെ അവർക്ക് പിടിച്ചാൽ നിക്കാൻ കഴിയില്ല. സ്ത്രീകൾക്ക് പൊതുവെ കഴിയില്ല. ഞങ്ങള് ഇങ്ങനെ നിക്കണ മാതിരി അവർക്ക് നിക്കാൻ കഴിയില്ല. അത് അതിന്റെ ഒരു ബേസിക് തിയറിയാണ്. എന്താ ചെയ്യാ, അല്ലാണ്ട് വിധി. അല്ലാതെ ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഗൈസ് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് വിവരങ്ങൾ ഇനി നിങ്ങളെ അറിയിക്കണം. അതുപോലെ ഇവിടെ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ വീഡിയോ എടുത്തതാണ്. പരിപാടിയും കാര്യങ്ങളൊന്നും ഞാൻ അതിൽ ഇൻവോൾവ് ആക്കിയിട്ടില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ രീതിയിൽ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഒക്കെ റാഹത്തായി നടന്നു. പിന്നെ എല്ലാവരും ദുആയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി. പഠിച്ചോനെ ഇപ്പൊ നിങ്ങളൊക്കെ ഹലാലായ നല്ല ഉദ്ദേശങ്ങളൊക്കെ പഠിച്ചു നിർവഹിച്ച് തെറ്റേന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കാരണം ഞമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ച് ഉമ്മ ഓക്കെ ആവി നിങ്ങളെന്താണ് അതുകൊണ്ട് തുടക്കണ്ട. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒക്കെ റാഹത്താവും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞങ്ങൾ വീഡിയോ നിർത്തിയാൽ നമുക്ക് ചാമ്പക്ക ഇറക്കാൻ പോവാ. പോന്നാണ് നിങ്ങൾ എവിടെ കിട്ടണം അവിടേക്ക് പോവാ. എന്നായിക്കോട്ടെ ട്ടോ.